ധർമ്മ അവിരുദ്ധോ കാമോസ്മി ഭരതർഷഭ. അത് രസവർജം. രസവർജനം മാത്രം പോരാ, രസം വീണ്ടും കയറി വരും. രസവൃത്തിയുടെ സ്ഥാനത്ത് വേറൊരു വൃത്തിയെ പ്രതിഷ്ഠിക്കണം. പരം ദൃഷ്ടി, ആത്മദൃഷ്ടി. അത് ചെയ്യാനാ ഗീതയും പറയുന്നത്. ഇത് ഗീത 2-ാം അധ്യായമാണെന്നാണ് എന്റെ ഓർമ്മ. വിഷയാവിനിവർത്തന്തേ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. 59-ാം ശ്ലോകത്തിലുണ്ട്. വേറെയുണ്ട് ഭഗവത്ഗീതയിൽ. 5-ാം അധ്യായത്തിൽ നോക്കിയാലും ഒരെണ്ണം ഗംഭീരമായിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ബാഹ്യസ്പർശേഷ്വസക്ത, അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. ബാഹ്യസ്പർശങ്ങളിൽ അസക്തരായിട്ട് വിന്ദത്യാത്മനിയത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ. കണ്ടോ? വിന്ദത്യാത്മനിയത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയ്യമശ്നുതേ. സുഖം അക്ഷയ്യമശ്നുതേ. അക്ഷയമായ സുഖത്തെ പ്രാപിക്കുന്നു. സ്പർശത്തില് അവിടെയെല്ലാമായി. കാരണം സ്പർശം പ്രാണന്റെയാണ്. അംബരപീയൂഷത്തെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ അംബരപീയൂഷത്തിൽ പറ്റിക്കിടക്കുന്ന ബാഹ്യസ്പർശങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ മുഴുവൻ അറിവും ആശ്വസിച്ച് കയറ്റുന്നത്. അത് തിരിച്ചറിയുന്നവന് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവിന് വേണ്ട. അത് പിടിയിട്ടില്ല ഫോർമുല. ശ്വസിക്കുന്നതിന് അംബരപീയൂഷം എന്ന് പറയും. മനസ്സിലായില്ല? അത് വായുവാണ്. അറിയില്ല. വായുവാണ്. ആ വായു ആകാശത്തിൽ നിന്നുണ്ടായതാണ്. ആകാശാത് വായു. അതാണ് പിന്നീട് അഗ്നിയായും പിന്നീട് ജലമായും പൃഥ്വിയായും പൃഥ്വിയിലെ ഭൂതതന്മാത്രകളായും ഒക്കെ പരിലസിക്കുന്നതെങ്കിൽ ഒരംബരപീയൂഷത്തെ ശ്വസിക്കുമ്പോൾ സങ്കല്പങ്ങളുള്ളവനാണ് എങ്കിൽ വേറിട്ട് പഠിക്കണ്ട. ബുദ്ധിയെ സൂക്ഷ്മമാക്കിയവനാണെങ്കിൽ ആവശ്യം വരുമ്പോൾ തരേണ്ടതെല്ലാം അതിനകത്തുണ്ട്. വേറിട്ട് പഠിച്ചാൽ പഠിച്ചതെല്ലാം കൂടെ തലയിലിരിക്കൊണ്ട് വേണ്ട സമയത്ത് തോന്നുകയില്ല. ഇത് കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് പിടികിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാണനെ ശ്വസിക്കുമ്പോൾ ആ പ്രാണനാണ് സകല ഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന സൂക്ഷ്മവസ്തു. ആ കാരണമായിരിക്കുന്ന വസ്തുവിനെ ആണ് ഞാൻ ശ്വസിക്കുന്നതെങ്കിൽ കാര്യമായിരിക്കുന്നത് മുഴുവൻ അതിലാണെന്നറിഞ്ഞാൽ എല്ലാം അറിവായി. മനസ്സിലായില്ല? ഇനി ഒന്നിന്റെയും പുറകെ പോകണ്ട. ഈ പ്രപഞ്ചത്തിലെ വായുവിനെയാണ് ഞാൻ ശ്വസിക്കുന്നതെങ്കിൽ അതിൽ ഇതുവരെ ശ്വസിച്ചവരുടെ മുഴുവൻ വാസനകൾ കലർന്നു കിടപ്പുണ്ട്. മനസ്സിലായില്ല? അതിനെ രൂപാന്തരപ്പെടുത്തിയ സകല സസ്യജാലങ്ങളുടെയും വാസന കിടപ്പുണ്ട്. സകല ജന്തുജാലങ്ങളുടെയും വാസന കിടപ്പുണ്ട്. സൃഷ്ടമായവയുടെ മുഴുവൻ സൂക്ഷ്മമായിരിക്കുന്ന പ്രാണനെ അശിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്ന എനിക്ക് എന്തിനാണിനി വേറിട്ടൊരറിവ്? അതിന് ഏകാഗ്രത വേണം. അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാൻ. അതുകൊണ്ട് പുറത്തുനിന്ന് കേട്ടിട്ട് വിശ്വസിക്കണ്ട. എനിക്ക് അകത്തുണ്ടാക്കാൻ അറിയാം. പിന്നെന്തിന് ഞാൻ പുറത്തുനിന്ന് കേട്ട് വിശ്വസിക്കണം? പുറത്തുനിന്ന് കണ്ടറിയണം.
അതിന് വേറൊരു ഏകാഗ്രത വേണം. കേട്ടില്ല. ഇത് കേൾക്കാനൊരു സുഖമാണ്. മനസ്സിലായില്ല? കേൾക്കാനൊരു സുഖമാണ്, ഭ്രാന്ത് വരാൻ എളുപ്പവുമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നിയാൽ പോരാ, കാണണം. അതാണ് അംബരപീയൂഷത്തിന്റെ ഗുണം. അതിന് അംബരപീയൂഷം ഭുജിക്കുമ്പോൾ സൂക്ഷിക്കണം. ഭുജിക്കേണ്ട പോലെ ഭുജിക്കാൻ പഠിക്കണം. ഇത് നമ്മുടെ വാസന കെട്ടിക്കിടക്കുമ്പോഴാണ് അംബരപീയൂഷത്തിന്റെ വാസനയും നമ്മുടെ വാസനയും ഒക്കെ കൂടി കലർന്ന് കുളവാകുന്നത്. വാസനയറ്റ് ഭുജിക്കണം. പറഞ്ഞത് ഏതാണ്ടൊരു ഭാവനയെങ്കിലും, ഒരു ഭാവനയെങ്കിലും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ബാഹ്യസ്പർശം അല്ല. ഇപ്പോ താൻ പുറത്തേക്ക് വിട്ടൊരു വായുണ്ട്, മനസ്സിലായി? ഇവിടെ വന്നിരുന്നത് മുതൽ, ഇപ്പൊ ഭക്ഷണവും കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നത് മുതൽ തന്റെ ഉച്ഛ്വാസവായു എന്ന് പറയുന്നത് താൻ കഴിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഭക്ഷണം അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിലേക്ക് കലരാൻ വന്ന സ്രവങ്ങളിൽ നിന്ന് ഉള്ളതായ കുറച്ച് കാര്യങ്ങളും താൻ നേരത്തെ കഴിച്ച് ദഹിച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട കാര്യങ്ങളും തന്റെ ധാതു ലവണങ്ങളിൽ നിന്ന് ഓരോന്നിൽ നിന്ന് സ്പർശിച്ചു വരുന്നവയും തഴുകി വരുന്നവയും, മനസ്സിലായില്ല? തന്റെ പൂർവ വാസനകളെ മുഴുവൻ തഴുകി വരുന്നവയും തന്റെ മാതാപിതാക്കളെയും അവരുടെ പാരമ്പര്യത്തെയും മുഴുവൻ തഴുകി വരുന്നതുമായ ഒരു വായുവാണ് താൻ ഈ ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത വായുവിനെ ആദ്യം അതിനെ വിഭജിച്ച് അതിനെ പ്രാണന് ഉള്ളതാക്കി മാറ്റി അകത്തേക്ക് വിട്ടത് ഓരോ കൂല്യയിലൂടെയും കടന്നുവന്ന് അത് മുഴുവൻ ഉൾക്കൊണ്ടാണ് ഇപ്പൊ പുറത്തേക്ക് താൻ വിട്ടത്. മനസ്സിലായില്ല? പിടിയിട്ടില്ല. അതിതിലേക്ക് മുഴുവൻ കലരുകയാണ്. അതിന്റെ അകത്ത് നിന്ന് ഒരുത്തൻ വലിച്ചെടുക്കുന്നു വേറൊരു വായു എന്ന് പറഞ്ഞാൽ അതിന്റെ സൂക്ഷ്മതകളുള്ളത് തന്നെയാണ് വലിച്ചെടുക്കുന്നത്. മനസ്സിലായില്ല? അനന്തകോടി വാസനകളിൽ നിന്ന് അവൻ ഏകാഗ്രതയുണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ നന്മയുടെയും തിന്മയുടെയുമായ എല്ലാ വാസനാജാലങ്ങളോടും കൂടിയ പ്രാണനെയാണ് അവൻ ശ്വസിക്കുന്നതെങ്കിൽ ഇനി എന്തിന് വേറിട്ടൊരു അറിവ് പഠിക്കണം? അമേരിക്കയിലിരിക്കുന്ന ശാസ്ത്രകാരനും ഇംഗ്ലണ്ടിലിരിക്കുന്ന ശാസ്ത്രജ്ഞനും സിംഹളദേശത്തിരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന യുദ്ധോത്സുകനും, മനസ്സിലായില്ല? ഡൽഹിയിലിരുന്നുകൊണ്ട് അധികാരക്കൊതിക്ക് വേണ്ടി വഴക്കടിക്കുന്നവനും ഉച്ഛ്വസിച്ചതെല്ലാം കിടക്കുന്നിടത്ത് നിന്ന് എല്ലാത്തിന്റെയും സമഗ്രമായ വായുവിൽ നിന്ന് ഒരൽപ്പപ്രാണനെ ശ്വസിക്കുന്ന ഒരുവന് അതിന്റെ എല്ലാം സമഗ്രമായ അംശങ്ങൾ ആ പ്രാണൻ ഉൾക്കൊള്ളുന്നു എങ്കിൽ ഇതെല്ലാം അറിയാൻ ഇനിയും ഒരുപാട് പഠിക്കണോ? അതിനൊരു സൂത്രവാക്യമുണ്ടെങ്കിൽ അത് തേടിയാൽ എത്ര വേഗം അറിവാകും. ബാഹ്യാറിവിന് വേണ്ടിയാണെങ്കിൽ അവിടെ ഞാൻ കണ്ടെന്നും ഞാൻ കേട്ടെന്നും ഞാൻ അനുഭവിച്ചെന്നും ഞാൻ തൊട്ടെന്നും വിചാരിക്കുന്നതൊക്കെ ഈ പ്രാണനുണ്ടാക്കുന്ന സംഭ്രമങ്ങൾ തന്നെയാണോ? അപ്പോൾ ഞാൻ കണ്ടു എന്ന് പറയുന്നതിൽ പലതിലും ഈ പ്രാണന്റെ കളിയുണ്ടോ? ഇത് മനസ്സിലായില്ല. എന്നെ ഭ്രമിപ്പിക്കുവാൻ ഞാൻ ശ്വസിക്കുന്ന വായുവിനകത്ത് ചേർത്തു വച്ചിരിക്കുന്ന 5000 മൈൽ അകലെ നടന്ന ഒരു സംഭവത്തെ ബീജമായി ഉൾക്കൊള്ളുന്ന പ്രാണനെ എന്നിൽ കയറ്റി അതിനെ എന്റെ പൂർവ്വവാസന സ്വീകരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ
അത് കാണിച്ചവനാണ് എന്ന് ഞാൻ സങ്കല്പിക്കുന്നുവെങ്കിൽ അത് തൊട്ടടുത്ത് നിൽക്കുന്നവൻ ചെയ്തതായിരിക്കുമോ? ഈ പ്രാണനിലൂടെ മൈലുകൾ അകലെ നടന്നത് ഞാൻ വലിച്ചു കയറ്റി സങ്കല്പിച്ചതായിരിക്കുമോ? ആണെങ്കിൽ വൈരാഗ്യം വരാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ തന്നെ ഭ്രാന്താവുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ചിന്തയ്ക്ക് തീ പിടിക്കുമെങ്കിൽ ആലോചിച്ച് നോക്ക്. ഉപ്പുമാവ് ദഹിച്ചില്ലെങ്കിൽ മിക്കവാറും ചിന്തയ്ക്ക് തീ പിടിച്ചാൽ ഉപ്പുമാവൊക്കെ ആവിയായിട്ട് പോകും. അത്ര ഗംഭീരമാണ്. ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ആചാര്യന്മാർ പറയുന്നത് ഇത്രയും സൂക്ഷ്മമായൊന്നും പഠിക്കരുതെന്നാണ്, തല പൊട്ടിത്തെറിക്കുമെന്നാണ്. സൂക്ഷ്മമായി പഠിച്ചാൽ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പരിയമ്പുറത്തോടൊക്കെ കറങ്ങല്ലാതെ പഠിക്കരുത്. മനസ്സിലായില്ല? പഠിക്കാൻ ശ്രദ്ധയുള്ളിടത്തൊക്കെ പോകാം, പഠിപ്പിക്കുന്നിടത്തൊക്കെ പോകാം. പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവർക്കും വിഷയങ്ങളിൽ ശ്രദ്ധ കുറയുമ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ വിൽക്കാം. മനസ്സിലായില്ല? സുരക്ഷിതമായി വിൽക്കാവുന്ന കേന്ദ്രങ്ങൾ അതൊക്കെയാണ്. നമ്മുടെ വാസനയ്ക്കകത്ത് കുറെ ഇനിയും വിറ്റ് തീരാത്ത സാധനങ്ങളുണ്ട്. ഒരു സഞ്ചിയായിട്ട് നേരെ അവിടെ പോയാൽ നമുക്ക് ചേർന്ന ആളുകളെ അവിടെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കൂട്ടുകെട്ടുണ്ടാക്കാം, വിൽക്കാം. കാരണം വിൽപ്പനയ്ക്ക് താല്പര്യം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഉണ്ടാവില്ല. പിടിയിട്ടില്ല. അപ്പോൾ അവർക്ക് പറ്റാത്ത സാധനം നമുക്ക് ഭംഗിയായി കൈകാര്യം ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അവർ കണ്ടോന്ന് സംശയം നമുക്ക് തോന്നുമ്പോഴൊക്കെ അല്പം രോഷകോപാദികളൊക്കെ പ്രകടിപ്പിക്കാം. ഇതിനൊക്കെ പറ്റിയ അവസരത്തിൽ ഓടി നടന്നാൽ വലിയ ഭ്രാന്ത് പിടിക്കാതെ പോവാം. ഒരുമാതിരി ആദ്യത്തെ പോലെ അവസാനം വരെയൊക്കെ പോവാം. മറിച്ച് ശ്രദ്ധിച്ച് പഠിച്ചാൽ ചിലപ്പോൾ തലപൊട്ടിത്തെറിക്കും. മനസ്സിലായോന്നറിയില്ല. ഞാൻ തലപൊട്ടിത്തെറിക്കുമെന്നാ പറഞ്ഞു. പച്ചയായ ലാംഗ്വേജാ പറഞ്ഞു. പച്ചയായ ലാംഗ്വേജാ പറഞ്ഞു. അതുകൊണ്ട് പോകുമ്പോ ഉള്ള വാസനയൊക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തോളുക. അതൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇത് അവസാനം വരെയൊക്കെ ഒന്ന് ഉന്തിയും തള്ളിയൊക്കെ പോവാം. മറ്റത് കുറച്ച് ക്ലിഷ്ടമാണ്. അല്ലാത്തവർ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഈ അമ്പര പീയൂഷം വരുന്ന കൂട്ടത്തിൽ വരും ഈ അറിവ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഭഗവത്ഗീത ആ അർത്ഥത്തിൽ വളരെ വിപുലമായി പറഞ്ഞിട്ടുണ്ട്. 5 അക്ഷയ്യം സുഖമശ്നുതേ, സുഖമക്ഷയ്യമശ്നുതേ. അതുകൊണ്ട് അഷ്ടാവക്രം പറഞ്ഞത് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നാ പറഞ്ഞു. ഇതാ 2 വഴി. തുറന്ന മതമാണ് അഷ്ടാവക്രന്റെ, അടച്ചതല്ല. അതുകൊണ്ട് എന്താണോ വേണ്ടത് നോക്കിക്കോ, കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. മോക്ഷമാണോ വേണ്ടത്? ഇതാണ്. മോക്ഷം മാത്രമല്ല പറഞ്ഞു കൊടുത്തേ, ബന്ധവും പറഞ്ഞു കൊടുത്തു. വീണ്ടും 3 മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കാം. 3